നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗദീഷേ, ഇത് തന്നെ എങ്ങനെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കണ്ട. ചായ. എടുത്തി കുട്ടി ഇതെവിടെയാ? എനിക്കെന്തോ വല്ലായ്മ തോന്നുന്നു. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ശരി. എന്താ മോനെ, ഹോസ്പിറ്റലിൽ നിന്നാണോ? ഹോസ്പിറ്റലിൽ നിന്നൊന്നുമല്ല, നമ്മുടെ ടെക്സ്റ്റൈൽസിൽ നിന്നാ. ഓയെന്നോ? അമ്മ എങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാവുന്ന വിഷയമൊന്നുമല്ല ഇത്. ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസിലെ തൊഴിലാളികള് അനിശ്ചിതകാല സമരം തുടങ്ങാൻ പോവുകയാണെന്ന്. സമരോ? എന്തിന്? അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, ടെക്സ്റ്റൈൽസിലെ പണം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കരുതെന്ന്. ഇതിപ്പോ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനുള്ള പണം കൂടെ എടുത്ത്. എടാ, ഈ ഒരു മാസമല്ലേ മുടങ്ങിയത്? ഒരു 8-10 ദിവസത്തെ സാവകാശം. നമ്മുടെ മ്യൂറൽ പെയിന്റിംഗ് ചെയ്ത സാരികള് ഷൺമുഖന്റെ ടെക്സ്റ്റൈൽസ് വഴി വിറ്റഴിക്കുമ്പോ ആ പണം 10 മടങ്ങായിട്ട് തിരിച്ചു വരില്ലേ? അല്ലേ സാവിത്രി? അതെ അമ്മേ, 8-10 ദിവസത്തെ സാവകാശം കൊണ്ട് നമുക്ക് കുറച്ച് സാരി വിറ്റ് കൊടുക്കാവുന്ന പണം അല്ല ഇത്. 3 മാസത്തെ പണം കുടിശ്ശികയെന്നാ ആ മാനേജർ പറഞ്ഞത്. 3 മാസത്തെ തുകയോ? അയ്യോ, അത് പണം കുറെ വരുമല്ലോ. അതിനുള്ള പണം കിട്ടില്ലേ സാവിത്രി? പിന്നെ അമ്മേ, ആരാന്റെ പറമ്പിലെ പുല്ല് കണ്ട് നമ്മൾ പശുവിനെ വളർത്തരുന്നൊരു ചൊല്ലുണ്ട്. അച്ഛൻ പറയാറുള്ളതാ. സീരിയസ് ആയിട്ട് ഒരു കാര്യം ആലോചിക്കാൻ അച്ഛനോട് ഇല്ലാതായി പോയല്ലോ. മോനെ, മുമ്പ് ഇതുപോലെ ടെക്സ്റ്റൈൽസില് അച്ഛൻ യൂണിയൻ നേതാക്കളുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു. ശമ്പള കുടിശ്ശിക വരുന്ന പക്ഷം സമരത്തിലേക്ക് പോകാതെ മാനേജ്മെന്റ് പാതി ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമെന്നും ശമ്പള വിതരണം നടത്തുമ്പോൾ മുഴുവൻ ജീവനക്കാർക്കുള്ള ശമ്പളം കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളോട് ആത്മാർത്ഥതയും ആത്മാഭിമാനവും ഉള്ളവര് കൂടെ നിന്നാ മതിയല്ലോ. അമ്മേ, എന്നിട്ട് ആ എഗ്രിമെന്റ് ഇവിടെ? ഞാനൊന്ന് നോക്കട്ടെ. കൈമളേട്ടൻ ആ എഗ്രിമെന്റ് ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാവും. രേഖകളൊക്കെ അദ്ദേഹം ഭദ്രമായിട്ട് സൂക്ഷിക്കും. അമ്മ ഒന്ന് നോക്കി. അച്ഛൻ എല്ലാ കാര്യങ്ങളും കൃത്യമായൊരു റോളിംഗ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാ. തൊഴിലാളികളൊക്കെ പറഞ്ഞു നിർത്താൻ അറിയായിരുന്നു. ഇതിപ്പോ യൂണിയൻ നേതാക്കളൊക്കെ കയറി അങ്ങ് പൂണ്ട് വിളയാടി തുടങ്ങി. ആ കൂട്ടത്തിലൊരു നേതാവുണ്ടായിരുന്നല്ലോ, ഒരു കതിരേശൻ. അയാളുടെ അനിയത്തിയുടെ കല്യാണമാണെന്നും പറഞ്ഞ് അച്ഛന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് മാസങ്ങളെ ആയുള്ളൂ. അവന്റെ അനിയത്തിയുടെ കല്യാണത്തിന് കൊടുത്ത തുക ഉണ്ടായിരുന്നെങ്കിൽ ശമ്പള കുടിശ്ശികയിൽ കുറച്ചെങ്കിലും കൊടുത്തു തീർക്കാമായിരുന്നു. അതെ, ഇതിപ്പോ കതിരേശനെ കൊണ്ടാ ഏറ്റവും വലിയ ശല്യം. കഷ്ടകാലം വരുന്നത് ട്രെയിൻ പിടിച്ചാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലേക്കാവുമ്പോ അത് ഫ്ലൈറ്റ് പിടിച്ചായിരിക്കും. ചേച്ചി, ഒരു ചായ തരുമോ? തല പൊട്ടി പൊളിയ.
PF ഒന്നും ഒരു മാനേജ്മെന്റിന്റെ കുടിശ്ശിടാൻ പറ്റത്തില്ല. അതൊക്കെ കൃത്യമായിട്ട് അടയ്ക്കും. പിന്നെ ഈ ഫാമിലി ഇൻഷുറൻസിന്റെ കാര്യമൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ. എടാ, നീ ഇതൊന്ന് നോക്കിയേ. അച്ഛൻ എന്തോ എഴുതിയത് ആവശ്യമുള്ളതാണോന്ന് നോക്ക്. എനിക്ക് കണ്ണട ഇല്ലാത്തതുകൊണ്ടേ വായിക്കാൻ പറ്റുന്നില്ല. ന്യായമല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഫാമിലി ഇൻഷുറൻസിന്റെ കാര്യമൊന്നും നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ യൂണിയൻകാർ മുന്നോട്ട് വെച്ചതല്ല, നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതാ, തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി. മുട്ടാപ്പൊക്കെ പറയല്ലേ, എന്റെ സ്വഭാവം മാറും. എന്തോന്ന് ജഗദീഷ്, ഇത് തന്നെ എങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ചായ. ആ വെച്ചിട്ട് പോടാ നോയേ. ആ കതിരേശനായിരുന്നു മോനെ, കേട്ടോ നായ. നീ ആ കടലാസ് ഒന്ന് വായിച്ചു നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.